ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാ വർഷവും ഡിസംബർ 31 വരുന്ന പോലെ തന്നെ ഈ വർഷവും ഡിസംബർ 31 മാസ് നോട്ടിഫിക്കേഷൻസ് ആണ് PSC പുറപ്പെടുവിക്കുന്നത്. നമുക്ക് ടെക്നിക്കൽ വിങ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഓഫ്കോഴ്സ് എല്ലാ പ്രാവശ്യം ഉള്ള പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ്. സോ നമുക്ക് ഇന്ന് മീറ്റിംഗ് മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ട് PSCയുടെ. സോ മീറ്റിംഗ് മിനിറ്റ്സ് പ്രകാരം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പ്രെഡിക്ട് ചെയ്ത നോട്ടിഫിക്കേഷൻസ് തന്നെയാണ് മെജോറിറ്റി. എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഡിസംബർ 22 ചേർന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആണ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് ഡിസംബർ 31 വരുന്ന നോട്ടിഫിക്കേഷന്റെ കൂടെ PSC പുറപ്പെടുവിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് നമ്പർ വൈസ് നമുക്ക് കൊടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജനറൽ റിക്രൂട്ട്മെന്റ് ഒരു 29 തസ്തികകളുണ്ട്. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ, അതായത് നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് നോക്കുവാണ്. സ്റ്റേറ്റ് വൈസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 29 എണ്ണം. ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 46ഓളം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ടെക്നിക്കൽ കാറ്റഗറിയിൽ ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് സിവിലിനെ നോക്കാം. സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 PSC പുറപ്പെടുവിക്കും. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ആണ്. അതും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പുറപ്പെടുവിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗിലെ ഡ്രാഫ്റ്റ്സ്മാൻ ഓഫീസർ ഗ്രേഡ് 1 സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഹാർബർ എഞ്ചിനീയറിംഗിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഓഫീസർ ഗ്രേഡ് 1 തസ്തികൾ. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ബിടെക് എംടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ പോസ്റ്റ് തന്നെയാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിലാണ് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 പബ്ലിഷ് ആവുന്നത്. ദെൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസംബർ 31 പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഓവർസിയർ തസ്തികകളിൽ തന്നെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ആയിട്ട് നമുക്ക് PSC ഒരുപാട് നോട്ടിഫിക്കേഷൻസ് സിവിലിന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷന്റെ കൂട്ടത്തിലും ഓവർസിയർ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഓവർസിയർ ഗ്രേഡ് 3 ആയിരുന്നു ഉള്ളത്. ഇവിടെ നമുക്ക് ഓവർസിയർ ഗ്രേഡ് 2 ആണ്. അത് നമുക്ക് വന്നിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 3 ഡിസ്ട്രിക്ട് വൈസ് ഉള്ള LSTD ആയിരുന്നു. ഗ്രേഡ് 2 ഗ്രേഡ് 3 സിലബസ് സെയിം ആണ്. IT ആണ് യോഗ്യത എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ എക്സാംസ് നമുക്ക് ഉടൻ തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കണം. സോ ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ ഇതൊക്കെ വരും എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണിത്. അടുത്ത PWD AS എതിരാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അറിയത്തില്ല. നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് നമുക്ക് ഇനി ബൈ ട്രാൻസ്ഫർ മറ്റോ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക്, അതായത് നമ്മുടെ കാറ്റഗറി ലൈക്ക് കമ്മ്യൂണിറ്റി വൈസ് ഉള്ളതാണോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. സോ നമുക്ക് അത് നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഫൈനലി ഡിസംബർ 31 വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇത്രയുമാണ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് KW ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 പബ്ലിഷ് ആവുന്നതാണ്. ദെൻ ഇനി വേറെ ബ്രാഞ്ചസിനെയാണ് ഇപ്പൊ പറയുന്നത്. സിവിലിന്റെയാണ് നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ്. അടുത്തത് നമുക്ക് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ ആണ്. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ അടുത്ത ഒരു ഗ്രേഡ് 2 ഓവർസിയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഡിസംബർ 31 വരുന്നത്. അടുത്തത് നമുക്ക് സബ് എഞ്ചിനീയർ ആണ്. LSGDയിലെ ഇലക്ട്രിസിറ്റി വിങ്ങിലുള്ള സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള തസ്തികയാണ് അടുത്ത നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. സോ അതും നിങ്ങളൊന്ന് ഓർക്കേണ്ടത്. തൃശൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണുള്ളത്. ദെൻ ഇലക്ട്രീഷ്യൻ എറണാകുളം കാലിക്കറ്റിലും, അതായത് നമുക്ക് അച്ചടി വിഭാഗത്തിലേക്കുള്ള ഇലക്ട്രീഷ്യൻ ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ PWDയിലെ ലൈൻമാൻ ഇലക്ട്രിക്കൽ വിങ്ങിലുള്ള ലൈൻമാൻ തസ്തികയും നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് ടെക്നിക്കൽ കാറ്റഗറിയിൽ ഡിസംബർ 31 PSC വരുന്ന നോട്ടിഫിക്കേഷന് മുന്നേ, അതായത് തീരുമാനം ഡിസംബർ 22 ചേർന്ന മീറ്റിംഗിൽ തീരുമാനമായ മിനിറ്റ്സ് പ്രകാരമുള്ള ഡിസംബർ 31 പബ്ലിഷ് ആകുന്ന നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതാത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, സിവിൽ ആവട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, ഇലക്ട്രിക്കൽ ആവട്ടെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത മനസ്സിലാക്കി ഈ പരീക്ഷകൾക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് മനസ്സിലാക്കുക. ആൻഡ് അതിൽ നിന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം. മാത്രമല്ല നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അന്ന് ലൈവ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ആയിട്ടോ പോകുന്നതായിരിക്കും. സോ ഇതുപോലെയുള്ള കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ മറക്കണ്ട, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും വൻ അവസരങ്ങളാണ് വരുന്നത്. വാട്ടർ അതോറിറ്റി നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഡിസംബർ 31 തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ തയ്യാറെടുത്ത് തുടങ്ങാൻ താമസിക്കേണ്ട.